പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഇറങ്ങുകയാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ നാളെ ഉണ്ടാകുമോ? ഗുവാഹത്തിയിലേക്ക് ലൂണ യാത്ര ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പുറത്തേക്ക് വിട്ടിരുന്നു. എന്നാൽ ലൂണ നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കുമോ? ഇതാണ് ഇന്നത്തെ പ്രീ മാച്ച് കോൺഫറൻസിൽ ഇന്ന് മൈക്കിൾ സ്റ്റാറയോടുള്ള ചോദ്യം. എന്നാൽ അതിന് മൈക്കിൾ സ്റ്റാറെ കൃത്യമായ മറുപടി തന്നെ പറയുന്നുണ്ട്. എന്തായാലും മൈക്കിൾ സ്റ്റാറയുടെ വാക്കിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ISL അപ്ഡേറ്റ്സിനുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയോട് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മൈക്കിൾ സ്റ്റാറെ നാളെ ലൂണ ഉണ്ടാകുമെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് പ്രകാരമാണ്: നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നാളത്തെ സ്റ്റാർട്ടിംഗ് 11 വരുമ്പോൾ നിങ്ങൾക്കറിയാം ലൂണ നാളത്തെ ലൈനപ്പിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ. ഇതാണിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ലൂണ ഉണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നാളെ വൈകുന്നേരം 6:30 കൂടി സ്റ്റാർട്ടിംഗ് 11 പുറത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾക്കറിയാൻ സാധിക്കും ലൂണ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. എന്തായാലും ഇപ്പോൾ മൈക്കിൾ സ്റ്റാറെ ഒരു സസ്പെൻസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകുന്നത്. ലൂണ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ലൈനപ്പ് വരുമ്പോൾ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും നാളത്തെ മത്സരത്തിൽ ലൂണ ഉണ്ടാകണേ എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. പകരക്കാരനായിട്ടെങ്കിലും ലൂണ ഉണ്ടാകണമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവുക. എന്തായാലും ശക്തരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം തന്നെ നടത്തി ബ്ലാസ്റ്റേഴ്സ് ആ 3 പോയിന്റ് കൊണ്ട് തിരികെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ലൂണ ഉണ്ടാകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതുജീവൻ വെക്കുന്നത് പോലെ തന്നെ ആയിരിക്കും. എന്തായാലും ലൂണ നാളെ പകരക്കാരനായിട്ടെങ്കിലും ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.